മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന പരാതി ഉന്നയിച്ച കുടുംബം കൂടുതൽ ആരോപണവുമായി രംഗത്തെത്തി. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ള രോഗിയുടെ മുറിവ് മാറ്റിക്കെട്ടുന്നില്ലെന്നും മുറിവ് ഡ്രസ് ചെയ്തിട്ട് 5 ദിവസമായെന്നും കുടുംബം ആരോപിക്കുന്നു. രോഗിയുടെ ആരോഗ്യനിലയെപ്പറ്റി വിവരങ്ങൾ ലഭിക്കുന്നില്ല എന്നും പോലീസിൽ പരാതി സ്വീകരിക്കുന്നില്ല എന്നും കുടുംബം പറയുന്നു. ആ പ്രതികരണത്തിലേക്ക്. ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചെല്ലുമ്പോഴാണ് നരമ്പ് മുറിഞ്ഞ കാര്യം ഞങ്ങൾ അറിയുന്നത്. അതിന്റെ മുന്നേ ഞങ്ങളോട് നമുക്കിത് അറിയില്ലല്ലോ എന്താ സംഭവം. ഓരോ കുറെ ടെസ്റ്റ് ചെയ്തു. സൂപ്രണ്ട് ഞങ്ങൾക്ക് തന്ന മറുപടിയിലല്ല, പത്രക്കാർക്ക് കൊടുത്ത മറുപടിയിൽ പറയുന്നുണ്ട് കുറെ ടെസ്റ്റ് ചെയ്തു, എന്നിട്ട് ഓക്സിജൻ കുറവായിട്ട് മാറ്റിയെന്ന്. അതൊന്നല്ല, ഒരാകെ കാലുമേ പ്രഷർ ചെക്ക് ചെയ്തു അന്ന് രാത്രിയിൽ. എന്നിട്ട് മറ്റേ മെഡിപ്പുണ്ടാവും നോക്കണ സാധനമുണ്ടല്ലോ, അത് വെച്ച് നോക്കിയിട്ട് പറഞ്ഞു നിങ്ങളെ രാത്രി വരെ ആക്കിയതാണ്, കാരണം അത്രയും നേരം ആകുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും പറയാമല്ലോ. അതുകൊണ്ട് വൈകുന്നേരം വരെ ആക്കിയിട്ട് ഒരു വൈകുന്നേരം ആയപ്പോൾ ഒരു പൊയ്ക്കോന്ന് പറഞ്ഞാണ്. ഫുള്ള് ആംബുലൻസും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയത് അവിടുത്തെ ഡോക്ടറാണ്. നമ്മളൊന്നും പറഞ്ഞിട്ടില്ല, കൊണ്ടുപോകുന്ന കാര്യം. ഒരു ഞങ്ങൾ അവിടുന്ന് എവിടെയും ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു, CT സ്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ടിരാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇവിടെ ഇതിന്റെ സാധനങ്ങളൊന്നും ഇല്ല, നിങ്ങൾ ഇവിടുന്ന് വെച്ചാൽ ചെയ്തോളി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളി. പിന്നെ എന്തിനാ മെഡിക്കൽ കോളേജിന്റെ പേരും വെച്ചിട്ട് അങ്ങനെ നല്ല ഹോസ്പിറ്റലാണ് നടക്കുന്നത് എന്തിനാ? മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ കാൽഞരമ്പ് മുറിച്ചെന്ന പരാതിക്ക് പിന്നാലെ വയോധികയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അവിടെയാണ് പിന്നീട് ചികിത്സ നടക്കുകയും ചെയ്തത്. ഗോകുൽ കെ വേണുഗോപാൽ മലപ്പുറത്തും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഗോകുൽ, നേരത്തെ ഇവരുടെ ചികിത്സ അത് നടക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് അവർ അപകടനില തരണം ചെയ്തു, പ്രശ്നങ്ങളില്ല, റിക്കവർ ചെയ്തു വരുന്നു എന്നൊക്കെയാണ്. ഇതിപ്പോൾ എന്താണ് പുതിയ ആരോപണത്തിന് പിന്നിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? ഇതിനിപ്പോൾ ഒരു മാസമായി ഈ പാർവതി നിലമ്പൂർ സ്വദേശിയാണ്. നിലമ്പൂർ ചുങ്കത്തർ സ്വദേശിയായിട്ടുള്ള പാർവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. മെയ് 10 ഇവരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ഇടിപ്പലിന് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അവിടെ പ്രവേശിപ്പിച്ചത്. ആ സമയത്ത് രക്തക്കുള്ളിൽ ഞരമ്പ് മുറിഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. പിന്നീട് ആ കാലിന് 5 തവണ വിവിധ ശസ്ത്രക്രിയകൾ ചെയ്യേണ്ടി വന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ പരിചരണത്തിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് വേണ്ടത്ര നല്ല മനോഭാവം ഉണ്ടാവുന്നില്ല എന്നാണ് കുടുംബത്തിന്റെ ഇപ്പോൾ ആശങ്കയും പരാതിയുമായി പറയുന്നത്. ഈ മുറിവ് മാറ്റിക്കെട്ടാൻ പോലും അവർ തയ്യാറാകുന്നില്ല. 5 ദിവസം കൂടുമ്പോഴൊക്കെയാണ് ഡ്രസ്സ് ചെയ്യുന്നത് എന്നുൾപ്പെടെയുള്ള പരാതികൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും കേസ് FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നൊരു പരാതി ഇവർക്കുണ്ട്. ആരോഗ്യമന്ത്രിക്കും DMOയ്ക്കും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു. ആ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ആശുപത്രി ജീവനക്കാർ പരിഹാസത്തോടുകൂടി സമീപിക്കുന്നു എന്നതുൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആശങ്കയാണ് അവർ പങ്കുവെക്കുന്നത്. ഈ വാർത്ത നമുക്ക് ബൈറ്റ് തരുന്നതിന് മുമ്പ് അവർ നമ്മളോട് പറഞ്ഞത് വീണ്ടും ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കാൻ തയ്യാറാകുമ്പോൾ ആശുപത്രി ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് പ്രതികാര മനോഭാവം ഉണ്ടാകുമോ എന്ന ആശങ്ക അവർക്ക് ഇപ്പോഴും ഉണ്ട്. 73 വയസ്സുകാരിയാണ് ഈ പാർവതി എന്ന് പറയുന്ന വ്യക്തി. അവർ ഇടുപ്പലിന് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി നടന്നിട്ടായിരുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയത് മെയ് 10 പിന്നീട് 12 അവിടെ ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം രാത്രിയോടുകൂടി കാലിന് പലതരത്തിലുള്ള നിറങ്ങൾ വരികയാണ്. കറുത്ത നിറം വന്നതിനെ തുടർന്നാണ് ഇവർ അവിടെ ആശുപത്രി അധികൃതരെ സമീപിക്കുന്നത്. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി 5 ശസ്ത്രക്രിയയാണ് നടത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട രോഗിയുടെ രേഖകൾ, ചികിത്സയുമായി ബന്ധപ്പെട്ട രേഖകൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് ആവശ്യപ്പെട്ടുവെങ്കിലും വിവരാവകാശ രേഖപ്രകാരം ആവശ്യപ്പെട്ടുവെങ്കിലും അത് കൊടുക്കാൻ തയ്യാറായിട്ടില്ല. രോഗി നേരിട്ട് വരണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു എന്നാണ് ഇവരുടെ ഇപ്പോഴത്തെ ആരോപണം. പ്രജിത്ത്, എന്തായാലും ഗൗരവ സ്വഭാവത്തിലുള്ള ആരോപണമാണ് ഇപ്പോൾ ഉള്ളത്. ഈ വാർത്ത ആരോഗ്യ വകുപ്പിനും ആരോഗ്യമന്ത്രിക്കും മുന്നിലേക്ക് ഞങ്ങൾ വെക്കുകയാണ്. കാരണം ഇവർ പേടികൊണ്ട് ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മെഡിക്കൽ കോളേജിൽ നിന്നും അവിടുത്തെ അധികൃതർ മോശമായിട്ടായിരിക്കും പെരുമാറുക, പ്രതികാര മനോഭാവത്തോടു കൂടിയായിരിക്കും പെരുമാറുക എന്നൊക്കെയുള്ള പേടി, ആശങ്ക അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ അടിയന്തരമായ ഒരു ഇടപെടൽ ആരോഗ്യമന്ത്രിയുടെയും വകുപ്പിന്റെയും ഭാഗത്ത്, സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകണം. കാരണം ഒരു മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ഒരു ചികിത്സാ പിഴവ് ആരോപണം, അതിന് പിന്നാലെ അവരെ മറ്റൊരു മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു. അവിടെയും അവർക്ക് സമാനമായ ചില അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കുടുംബത്തിന്റെ പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ കൃത്യമായ ഇടപെടൽ അധികൃതരുടെ ഭാഗത്ത് ഉണ്ടാകണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.